കർത്താവിൽ പ്രിയ ദൈവജനമേ, യേശുക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ ഇവർക്കും പ്രഭാതവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2024 ജൂലൈ മാസം അവസാന ഞായറാഴ്ച കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മോട് പറയുന്നത് കേൾക്കുവാനും ദൈവത്തിന് നമ്മോട് പറയാനുള്ളതിനെ കേൾക്കുവാനൊക്കെ ദൈവം നമുക്ക് കൃപ ചൊരിഞ്ഞിരിക്കുകയാണ്. അതിനായി ദൈവത്തെ സ്തുതിക്കാം. ഇവരെയും നീമതി യേശുവെ ചാനലിൻ്റെ പേര് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തിരുമുൻപിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്കും ചെവി ചായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന ഉന്നതങ്ങൾ വാസമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകത്തിലെ എല്ലാമായ ഉന്നതമായ ശക്തിയായ സർവശക്തനായ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി പിതാവേ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമല്ലാതെ ഒരു ശക്തി ഞങ്ങളില്ല പിതാവേ. അവിടെ ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വിഷമതകളിലും ഭാരങ്ങളിലും സംശയങ്ങളിലും ആകുലതകളിലും നിരാശകളിലും ഒക്കെ തിരുവചനം ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നന്ദിയപ്പ. ഇന്നത്തെ ധ്യാനത്തിനായി സ്തുതിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങളിലൂടെ ദൈവ സാന്നിധ്യം എങ്ങനെ അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളത് തിരുവചനത്തിലൂടെ ഗ്രഹിപ്പാൻ അവിടെ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി സ്തോത്രം. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിൽ ചോദിച്ച ചോദ്യം, പത്രോസിൻ്റെ പിതാവിൻ്റെ പേര് എന്താകുന്നു? ശിമോൻ പത്രോസിൻ്റെ പിതാവിൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയല്ല, ശരി ഉത്തരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. ഉത്തരം ഇതാണ്, യോഹന്നാൻ എന്നതാണ് പത്രോസിൻ്റെ പിതാവിൻ്റെ പേര്. അതുകൊണ്ട് യോഹന്നാൻ്റെ മകനായ ശിമോനെ എന്ന് സുവിശേഷത്തിലൂടെ കർത്താവായ യേശു പത്രോസിനെ അഭിസംബോധന ചെയ്യുന്നത് അത് കാണുവാനായി സാധിക്കും. ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. ശ്രദ്ധയോടെ തിരുവചനം കേൾക്കുക, മനനം ചെയ്യുക, പഠിക്കുക, ഗ്രഹിക്കുക, മറ്റുള്ളവർക്ക് ഇത് പങ്കുവയ്ക്കുക. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കാല ജീവിതത്തിൽ ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രഭാത ധ്യാനങ്ങളിൽ ദൈവത്തോട് ഞാൻ ചിലവഴിക്കുന്ന സമയത്ത് ബൈബിൾ വായിച്ച് ധ്യാനിച്ച് അത് എൻ്റെ പേഴ്സണൽ ഡയറിയിൽ ഞാൻ കുറിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച, എന്നെ ബലപ്പെടുത്തിയ, എന്നെ ശക്തീകരിച്ച, എനിക്ക് പ്രതീക്ഷകളും പ്രത്യാശയും ദൈവം നൽകിയ ചില ചിന്തകളാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ധ്യാനം ഞാൻ റെഡിയാക്കുവാനായിട്ട് അതിലേക്കായി ഞാൻ ഒരുങ്ങുമ്പോൾ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശക്തമായി ഞാൻ എൻ്റെ മുന്നിലിരുന്ന എൻ്റെ പേഴ്സണൽ ഡയറി, ഞാൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തരുന്ന ചിന്തകളൊക്കെ എൻ്റെ പേഴ്സണൽ ധ്യാനത്തിൽ എഴുതിയെടുക്കുന്നത് അതെൻ്റെ മുന്നിൽ കാണിച്ചു തന്നു. അപ്പോൾ അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ജീവിതവും എൻ്റെ രക്ഷകനും. എൻ്റെ ജീവിതവും എൻ്റെ രക്ഷകനും എന്നതാണ് ഞാൻ ഇതിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിതമുണ്ട്, അല്ലേ? നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് പരിഭവങ്ങളും സംശയങ്ങളുമൊക്കെ ഉണ്ടാകാം. ഏറ്റവും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നമുക്കുള്ള ഈ ഏക ജീവിതത്തിൽ
അതിൻ്റെ ബേസ്മെൻറ്റ് നാം ആരെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്? ജീവനുള്ള ദൈവത്തെ, നമ്മുടെ അരുമനാഥനായ യേശുവിനെ. അപ്പോൾ യേശുവിനെ സ്വന്തമാക്കിയ ജനം ഭാഗ്യമുള്ളത് എന്നാണ് എല്ലാ കാലത്തും ഭക്തന്മാർ പറയുന്നത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർവികന്മാരുടെ പ്രചോദനം, അവിടെ പ്രാർത്ഥനകൾ, അവിടെ പഠനങ്ങൾ, അവിടെ നിർദ്ദേശങ്ങൾ, ആലോചനകൾ കൊണ്ട് തന്നെ നാം യേശു കർത്താവിനെ ജീവിതത്തിൽ നമ്മുടെ രക്ഷിതാവായി നാം സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു. അങ്ങനെ തുടങ്ങിയ നാൾ തുടങ്ങി ഇന്ന് വരെയുള്ള ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ഇന്നലകളിലും ഇന്നുമായിട്ടുമൊക്കെ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, വിഷമതകളുണ്ട്, ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവൻ മധ്യമൊക്കെ ഇതുവരെയും പരിഹരിക്കപ്പെടാത്ത ചില ചോദ്യങ്ങളുണ്ട്, ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? അപ്പം അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നാം ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന അനുഭവത്തിലാണോ? നിങ്ങളുടെ ജീവിതം ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന അനുഭവം. ജോസഫിനെ സഹോദരന്മാരെല്ലാം കൂടെ ഒരു കുഴിക്കകത്തിടുകയാണ്, പൊട്ടക്കിണറ്റിൽ. ഒരു പൊട്ടക്കിണറ്റിൽ വെള്ളമില്ലാത്ത, ദാഹിച്ചാൽ ഒരിറ്റ് ജലം പോലും കുടിക്കുവാൻ കഴിയാത്ത പൊട്ടക്കിണറ്റിൽ താഴ്ത്തപ്പെട്ട, വീഴ്ത്തപ്പെട്ട, എറിയപ്പെട്ട ഒരു അനുഭവത്തിലാണോ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഒന്നോർക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ല. നിങ്ങൾ സമൂഹത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു വഴിപോക്കനെ പോലെയാണോ, അല്ല ഒരു അപരിചിതനെ പോലെയാണോ നിങ്ങളായിരിക്കുന്നത്? നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവന്ന വീടാകാം, നിങ്ങൾ വിവാഹം കഴിച്ച് കുടുംബമായി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കഴിയുന്ന ഒരു അനുഭവത്തിലാകാം. പക്ഷേ നിങ്ങളുടെ ജീവിതം നിങ്ങളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഒരു വഴിപോക്കനെ പോലെ അല്ലേ? എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്കെന്നും അവഗണന മാത്രമല്ലേ എൻ്റെ ജീവിതത്തിലുള്ളത് എന്ന അവസ്ഥയിലാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? പക്ഷേ ഞാൻ പറയട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ഓർക്കുക. 3, നിങ്ങൾ പല സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവരാകാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകാം, നിങ്ങളുടെ വീട്ടിലാകാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയിലാകാം, മറ്റുള്ളവരാൽ, നിങ്ങളുടെ സഹപാഠികളാൽ, സുഹൃത്തുക്കളാൽ അവഗണിക്കപ്പെടുന്നവരാകാം. മേ ബി അവരോടൊപ്പം ഒരു സ്റ്റാറ്റസിൽ നിൽക്കുവാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്കില്ലാതിരിക്കാം, അവരുടേതത്ര ബുദ്ധി വൈഭവം ഇല്ലാതിരിക്കാം, ശരീര സൗന്ദര്യം ഇല്ലാതിരിക്കാം, വാക്വൈഭവം ഇല്ലാതിരിക്കാം, സമ്പത്തില്ലാതിരിക്കാം. അതിനാൽ തന്നെ നിങ്ങൾ അവഗണിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലാണോ? പക്ഷെ ഓർക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ല. ചോദിക്കട്ടെ, നിങ്ങൾ ജീവിതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലാണോ? ഓരോ സ്റ്റെപ്പും രക്ഷപ്പെടുവാനായിട്ട് കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഓരോ ചിന്തകൾ പെറുക്കി വയ്ക്കുമ്പോൾ, ഓരോ തീരുമാനങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ വീണ്ടും വീണ്ടും താണുപോകുന്ന അനുഭവത്തെ, മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലാണോ? എൻ്റെ പ്രിയ ദൈവജനമേ, ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ഓർക്കുക. ദൈവം ഇന്ന് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾപ്പിൻ. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഐ വിൽ ഡു ന്യൂ തിങ് ഇൻ യുവർ ലൈഫ് എന്നതാണ്. ദൈവം നമ്മോട് പറയുന്നതിനെ മുറുകെ പിടിക്കുവാൻ നാം ഒരുക്കമുള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, ഇത് ചിന്തിക്കുക. പക്ഷേ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മുറുകെ പിടിക്കുവാൻ ഒരുക്കമാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യാ 43:19, ഐ വിൽ ഡു എ ന്യൂ തിങ് ഇൻ യുവർ ലൈഫ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആഴത്തിൽ ചില ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ദൈവിക വാഗ്ദത്തങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ്. അവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ പ്രോമിസ് ഓഫ് ഗോഡ്.
ദൈവിക വാഗ്ദത്തങ്ങളോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിശദമാക്കാം. കുറേ കാലമായി നിങ്ങൾ ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചവരാകാം, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചവരാകാം, സത്യവേദ പുസ്തകത്തെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചവരാകാം. പക്ഷെ ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കാണുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നില്ലേ, വാസ്തവത്തിൽ ഈ വാഗ്ദത്തങ്ങൾ ദൈവം എനിക്ക് തന്നെ നൽകിയതാണോ? ഞാൻ കണ്ട ദർശനം, ഞാൻ കണ്ട സ്വപ്നം, അത് വാസ്തവത്തിൽ ദൈവം തന്നതാണോ? അതോ എനിക്ക് എൻ്റെ തോന്നലുകളാണോ? ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണോ ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ കേട്ടത്? ഒരു പ്രസംഗത്തിലൂടെ ആകാം, ഒരു ഭക്തന്മാരുടെ ജീവചരിത്ര പുസ്തകം വായിച്ചപ്പോഴാകാം, ഒരു പാട്ട്, ഒരു മ്യൂസിക് കേട്ടപ്പോഴാകാം, ഇത് ദൈവമാണോ എന്നോട് സംസാരിച്ചത്? എന്തുകൊണ്ട് ഞാൻ അങ്ങനെ സംശയിക്കുന്നു? കാരണം ഇന്നത്തെ എൻ്റെ വേദന നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ, മുങ്ങിത്താണു പോകുന്ന അനുഭവത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഇക്കഴിഞ്ഞ നാളിലൊക്കെ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അത് ദൈവം തന്നെയാണോ തന്നത്? അത് ദൈവികം തന്നെയാണോ അതോ മാനുഷികമായിരുന്നോ എന്നറിയാതെ ചിന്തിച്ചു പോകുന്നു, സംശയിച്ചു പോകുന്നു. അതിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെടുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ ദൈവം എന്നോട് സംസാരിച്ചതിന് വിപരീതമായിട്ടാണല്ലോ. ഇത് മറന്നു പോകരുത്. ദൈവം എന്നോട് സംസാരിച്ചത്, ഞാൻ വിശ്വസിച്ചതിന്, ഞാൻ ദൈവവുമായുള്ള ബന്ധത്തിൽ വിശ്വസിച്ചതിന് വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നലകളിലും ഇന്നുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നിലുള്ള ചോദ്യം ഇതാണ്: ഞാൻ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? എന്തിന് പ്രാർത്ഥിക്കണം? എന്തിന് ഞാൻ ബൈബിൾ വായിക്കണം? എന്തിന് ഞാൻ ദൈവിക വാഗ്ദത്തങ്ങൾ ഇനിയും മുറുകെ പിടിക്കണം? ഇതിൽ കാര്യമായ ഒന്നും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. കാര്യമായതൊന്നും എനിക്ക് അതിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ എന്തിന് ഞാൻ പ്രാർത്ഥിക്കണം? എന്തിന് ഞാൻ ഉപവസിക്കണം? എന്തിന് ഞാൻ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം? വേദപുസ്തകത്തിന്റെ വചനങ്ങൾ ഞാൻ മനനം ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം ഇതിനെല്ലാം വിപരീതമായിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ കേട്ട പ്രസംഗങ്ങൾ, ഇതൊന്നും എൻ്റെ ലൈഫുമായിട്ടൊരു ബന്ധം വരുന്നില്ലല്ലോ. ഓർക്കുക പ്രിയമുള്ളവരെ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വേദപുസ്തകത്തെ ചോദ്യം ചെയ്യരുത്. നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ്, നിങ്ങളുടെ സിറ്റുവേഷൻ, അതിനെ ബേസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ വേദപുസ്തകത്തെ യു നെവർ ക്വസ്റ്റ്യൻ ദ ബൈബിൾ. വേദപുസ്തകത്തെ നിങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. മറിച്ച് വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട് വാഗ്ദത്തങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ സർക്കംസ്റ്റാൻസസിനെ നിങ്ങൾ ചോദ്യം ചെയ്ത് തുടങ്ങുക. അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഡൈവേർഷൻ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് അവിടെ നിന്ന് തുടങ്ങും പ്രിയമുള്ളവരെ. നമുക്കറിയാം, ഞാൻ എന്നെ അല്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാത്രാമധ്യേ നാം വീട്ടിൽ നിന്ന് ഒരു യാത്ര പോകാൻ പുറപ്പെടുകയാണ്. ഭയങ്കരമായി യാത്ര വഴിമധ്യേ ഒരു വലിയൊരു മഴ വന്നു. ഭയങ്കര ശക്തമായ മഴ വന്നു. നാം പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയത്, നല്ല കാലാവസ്ഥയൊക്കെ തരണമേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചോദ്യം, ദൈവമേ, എന്തിനാണ് കർത്താവേ ഇപ്പോൾ ഇങ്ങനെ ഒരു മഴ? ദൈവമേ, എന്തിനാണ് കർത്താവേ ഇപ്പോൾ ഇങ്ങനെ ഒരു കഷ്ടത, ഇങ്ങനൊരു അപകടം, ഇങ്ങനെ ഒരു മരണം, ഇങ്ങനെ ഒരു തീരാ നഷ്ടം എന്തുകൊണ്ട് കർത്താവേ? അല്ലെ, ഇങ്ങനെയല്ലേ നാം ചോദിക്കുന്നത്? അത് നാം സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ബൈബിളിനെ ചോദ്യം ചെയ്യുന്നതാണ്, ദൈവത്തെ ചോദ്യം ചെയ്യുന്നതാണ്. കാരണം എനിക്കിഷ്ടപ്പെടാത്ത, എനിക്ക് സൗകര്യപ്രദമല്ലാത്ത ഒരു സാഹചര്യം വന്നുകൂടിയപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെയും സത്യവേദ പുസ്തകത്തെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ നാം ചിന്തിക്കേണ്ട ഇപ്രകാരമാണ്: എന്തിനായിരിക്കും ഇപ്പോൾ ഈ മഴ? ഹല്ലേലൂയ, ആമേൻ. എന്തിനായിരിക്കും ഇപ്പോൾ ഈ ഒരു മഴ? ചോദ്യം. അതായത് നാം വേദപുസ്തകത്തിൽ നിന്നുകൊണ്ട്, ദൈവത്തിൽ നിന്നുകൊണ്ട് നാം സാഹചര്യത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്തിനായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു മഴ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ദൈവിക പദ്ധതികളെക്കുറിച്ച് നാം ചിന്തിച്ചു തുടങ്ങും.
ദൈവിക ആലോചനകളെക്കുറിച്ച് നാം ചിന്തിച്ചു തുടങ്ങും. ദൈവിക വഴികളെക്കുറിച്ച് നാം പഠിച്ചു തുടങ്ങും. പ്രിയമുള്ളവരെ, നമ്മുടെ ലൈഫിൽ നമ്മളെ എൻലൈറ്റൻ ചെയ്യിപ്പിക്കുന്നത് അതാണ്. നാം വേദപുസ്തകത്തിന്റെ ഭക്തന്മാരുടെ ജീവിതങ്ങളിലൂടെ ഇറങ്ങിച്ചെല്ലുവാൻ തുടങ്ങും. വാഗ്ദത്തങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങും. ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മെ ലീഡ് ചെയ്യുന്നത് കാണുവാനായി സാധിക്കും. എന്താണ് ദൈവം ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ? യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ദൈവം ചെയ്യുന്ന പുതിയ കാര്യത്തെ ഓർക്കണേ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിക്കണേ. അതേ യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായത്തിൽ 18-19 വാക്യങ്ങളിൽ മുൻപുള്ളവയെ നീ ഒരിക്കലും ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങൾ അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വളരെ വളരെ ഇറ്റേണൽ ആയിട്ടുള്ള ദൈവിക വാഗ്ദത്തം എന്ന് പറയും. നിത്യമായ ഒരു വാഗ്ദത്തം. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. വെള്ളത്തിൽ കൂടെ നീ കടക്കേണ്ടി വരും, പ്രതിസന്ധിയിൽ നീ പക്ഷെ അത് നിന്റെ മേൽ കവിയുകയില്ല. നീ നദിയിലൂടെ കടക്കേണ്ടി, പക്ഷെ നീ താണു പോകുകയില്ല. നീ തീയിലൂടെ നടന്നു പോകേണ്ടത് വരും. മറന്നു പോകരുതേ, നീ ഒരു ദൈവ പൈതലാണോ? ആർ യു എ ചൈൽഡ് ഓഫ് ഗോഡ്? യു മസ്റ്റ് വാക്ക് ഓൺ ഫയർ. നീ തീയിലൂടെ നടക്കേണ്ടി, പക്ഷെ നീ വെന്തു പോകുകയില്ല. നോക്കണേ, ദൈവിക വാഗ്ദത്തം. വെള്ളത്തിലൂടെയും നദികളുടെയും തീയിലൂടെ ഒക്കെ പോകുന്ന നമ്മുടെ ജീവിതം അല്ലെ, നമ്മെ പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന, അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന, ആഴത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്ന അനുഭവത്തിൽ കൊണ്ടെത്തിക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മെ വന്ന് മൂടുമ്പോൾ, ഒരു വലിയ കാർമേഘം വന്ന് മൂടുമ്പോൾ ദൈവം പറയുന്നു, അത് നിനക്കൊരു ദോഷം വരാതെ ഞാൻ നിന്നെ സൂക്ഷിക്കും. നീ വെന്തു പോകുകയില്ല, നീ താണു പോകുകയില്ല, നിന്റെ മേൽ കവിയുകയില്ല. അങ്ങനെയെങ്കിൽ ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ദൈവമകൻ, ദൈവമകൾ, ഒരു ദൈവിക കുടുംബം എന്ന നിലയ്ക്ക് നാം എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നിങ്ങളോട് എൻ്റെ ചിന്തയിൽ നിന്നുകൊണ്ട്, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിനങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിലൊക്കെ എന്നെ ബലപ്പെടുത്തിയ, എന്നെ ശക്തീകരിച്ച, ഓരോ ദിവസവും ജീവിക്കുവാനൊക്കെ പ്രേരിപ്പിക്കുന്ന, ശക്തമായി നിലകൊള്ളുവാൻ എന്നെ സഹായിക്കുന്ന ദൈവിക ശക്തിയുണ്ടല്ലോ, അതാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നാം ചെയ്യേണ്ടുന്നത് ഈ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ, അല്ലെങ്കിൽ മാറി മറിയുമ്പോൾ, ഒന്ന്, നമ്മിൽ നിന്നും ദൈവത്തിലേക്കുള്ള അകലം കുറച്ചുകൊണ്ടേ വരിക. നമ്മിൽ നിന്നും, എന്നിൽ നിന്നും ദൈവത്തിലേക്കുള്ള അകലം അത് കുറച്ചുകൊണ്ടേ വരിക, റെഡ്യൂസ് ചെയ്തുകൊണ്ടേ വരിക. ആമേൻ. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള അകലം കൂടുന്തോറും ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനുള്ള സാധ്യതകൾ കുറയും. ദാറ്റ് മീൻസ്, അതിൻ്റെ അർത്ഥം ദൈവവുമായുള്ള അടുപ്പം നമുക്ക് കുറയുമ്പോൾ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാനുള്ള ആ സാധ്യതകളും അവൈലബിലിറ്റിയും കുറയുകയാണ്. പ്രസൻസ് ഓഫ് ഗോഡിൻ്റെ അവൈലബിലിറ്റി അവിടെ കുറയുന്നു എന്നതാണ്. എന്നാൽ അകലം കുറയും തോറും, ഡിസ്റ്റൻസ് കുറയും തോറും ദൈവത്തിൽ നിന്നുമുള്ള സഹായത്തിൻ്റെ, നന്മകളുടെ സാധ്യതകൾ കൂടിക്കൂടി വരുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ആസാഫ് പറഞ്ഞത് ഇപ്രകാരം, 73-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാം വാക്യത്തിൽ, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ആമേൻ. എന്നാൽ ദൈവത്തോട് ഭയങ്കരമായ പ്രശ്നങ്ങളുടെ നടുവിൽ ആസാഫ് പോയത്. ആ സങ്കീർത്തനം ഒന്ന് വായിക്കണം, 73-ാം സങ്കീർത്തനം. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്ന സങ്കീർത്തനമാണ്. അഹങ്കാരികളും ദുഷ്ടന്മാരും അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നവരെ കൊണ്ടൊക്കെ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ തളർന്നു പോവുകയാണ്. എൻ്റെ പ്രാർത്ഥനകൾ നിഷ്ഫലമായോ? ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ച നിഷ്ഫലമായോ? എന്നെ സ്നേഹിച്ചവരും എന്നെ ഒരു കാലഘട്ടത്ത് എന്നെ പോറ്റി എല്ലാവരും എന്നെ കൈവിട്ട് എന്നെ തളർത്തിക്കളയുമ്പോൾ
ഞാനും അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തികൾ സംശയിച്ചു പോകുന്നു. ദൈവത്തെ ഞാൻ സംശയിക്കുന്നു, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ താൻ തന്നെ പറയുകയാണ്, ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചാൽ ഞാനൊരു വലിയ കുറ്റക്കാരനായി മാറും ദൈവസന്നിധിയിൽ. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ആ സങ്കീർത്തനത്തിൽ പറഞ്ഞത്, എന്നാൽ എനിക്കോ ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത്. 99:5 സങ്കീർത്തനം 95 വായിക്കുമ്പോൾ, നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തിൽ നമസ്കരിപ്പിൻ. അതായത് എപ്പോഴും ദൈവത്തെ നമസ്കരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഞാനതിനെ 2-ാം സങ്കീർത്തനവുമായി ബന്ധപ്പെടുത്തി പറയാറുള്ളത്, യേശുവിൻ്റെ പാദത്തെ ചുംബിക്കുവിൻ. എല്ലാ നിമിഷവും അവൻ്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യും. അകലം കുറഞ്ഞു കിട്ടും. ദൈവത്തിന് നമുക്കുമിടയിലുള്ള അകലം കുറഞ്ഞു കിട്ടും പുത്രൻ്റെ പാദത്തെ നാം ചുംബിക്കുമ്പോൾ. സങ്കീർത്തനം 100:2 വായിക്കുമ്പോൾ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. സാഹചര്യം എന്തുമാകട്ടെ, മാറി മറിയുന്ന അല്ലെങ്കിൽ തിരമാല പോലെ ഇളകി മറിയുന്ന അനുഭവങ്ങളാകട്ടെ, ഇതിന് നടുവിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, സന്തോഷത്തോടെ നീ യഹോവയെ സേവിക്ക്, വർഷിപ്പ് ദ ലോർഡ്. നീ ആയിരിക്കുന്ന വീട്ടിലിരുന്നു കൊണ്ട്, അറയിലിരുന്നു കൊണ്ട് ദൈവത്തെ നീ ആരാധിക്കുക. സംഗീതത്തോടെ, പാട്ടോടുകൂടെ അവൻ്റെ സന്നിധിയിൽ വരിക. ദൈവത്തിനോട് ഇൻറ്റിമസി കൂട്ടുക, ദൈവത്തോടുള്ള അടുപ്പം കൂട്ടുക, ദൈവത്തിന് നമുക്കിടയിലുള്ള അകലം കുറച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് പഠിപ്പിക്കുന്നത്. ഇൻറ്റിമസി വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ ഇരിക്കുക, നടക്കുക, വസിക്കുക എന്ന അനുഭവം. ഇങ്ങനെയാകുമ്പോഴാണ് അത്ഭുതങ്ങൾ സാധ്യമാകുന്നത്. വി ക്യാൻ സീ വണ്ടേഴ്സ് ഓഫ് ഗാഡ്, മിറക്കിൾസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാനായി സാധിക്കും. ഇത് ഒന്നാമത്തെ ചിന്ത. ഞാൻ പറഞ്ഞത് മറക്കരുത്, നമ്മിൽ നിന്നും ദൈവത്തിലേക്കുള്ള അകലം കുറയ്ക്കുക. രണ്ടാമത്തേത്, ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നാം പരിശീലിക്കുക. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നാം പരിശീലിക്കുക. പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നതുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങൾ ചോദിച്ചേക്കാം, എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ എനിക്ക് തരണം ചെയ്യുവാൻ കഴിയുക? ഞാൻ പറയാം, വിശദമാക്കാം. ഒരു സ്ഥലത്ത്, ഒരു നിർജ്ജനമായ സ്ഥലമാകട്ടെ, ഒരു സാധാരണ ഒരു സ്ഥലമാകട്ടെ, ഒരു കൂറ്റൻ മതിൽ സ്ഥിതി ചെയ്യുന്നെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു കൂറ്റൻ മതിൽ, അതിൻ്റെ ചുവട്ടിലായി പടർന്ന് വളരുന്ന വള്ളിച്ചെടികൾ നിൽപ്പുണ്ട്. പടർന്ന് വളരുന്ന വള്ളിച്ചെടികൾ നിൽപ്പുണ്ട്. ഈ ചെടികളുടെ പ്രത്യേകത, എപ്പോഴെങ്കിലും ഈ ചെടികൾ ചിന്തിക്കുമോ, ഞാൻ ഈ കൂറ്റൻ മതിലൊന്ന് മാറിക്കിട്ടട്ടെ, അതിനുശേഷം എനിക്ക് വളരാം, പടർന്ന് പന്തലിച്ച് ഇങ്ങനെ വിശാലമായി വളരാമെന്ന് ചിന്തിക്കുമോ? വളരെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഈ വള്ളിച്ചെടികൾ പരിശോധിച്ചാൽ ഈ മതിൽക്കെട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കത്തില്ല. ഈ പ്രതിസന്ധി തങ്ങൾക്ക് വളരുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ മതിൽക്കെട്ടൊന്ന് മാറട്ടെ, അതിനായി നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയില്ല. അതിന് പകരം ഇത് വളർന്നു തുടങ്ങും. എങ്ങനെയാ വളരുന്നത്? ഈ മതിൽക്കെട്ടിന് മുകളിലൂടെ, ആ ചുവരോട്, മതിലിനോട് ചേർന്ന് വളരും. വളർന്ന് 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 പടർന്ന് പന്തലിച്ച് മതിലിൻ്റെ മുകളിലാകും, പിന്നെ അതിൻ്റെ അപ്പുറത്ത് വശത്താകും. ഇങ്ങനെ മതിൽക്കെട്ടിനെ പൂർണ്ണമായി വള്ളിച്ചെടി കൊണ്ടങ്ങ് പൊതിയും. ആമേൻ. ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലാകുന്നു. കുറേ കാലം കഴിയുമ്പോൾ മതിൽക്കെട്ട് കാണുവാൻ കഴിയില്ല. പക്ഷെ എന്ത് കാണുവാൻ കഴിയും? വള്ളിച്ചെടി, കൂറ്റൻ വള്ളിച്ചെടി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ഒന്ന് നോക്കണേ, മതിൽക്കെട്ട് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, കാണാൻ കഴിയുന്നില്ല. കാരണം അതിനെ ഓവർകം ചെയ്തു, തരണം ചെയ്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. പ്രതിസന്ധി മാറട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നില്ല, മാറി നിൽക്കുന്നില്ല, വിഷാദിച്ച് ഒതുങ്ങി നിൽക്കുന്നില്ല. മറിച്ച് അത് ശക്തമായി വളരെ തരണം ചെയ്യുകയാണ്. പ്രതിസന്ധിയുടെ പുറത്തുകൂടെ നടന്നു ചെല്ലുകയാണ്. തീയുടെ പുറത്തൂടെ, വെള്ളമാണ്, വെള്ളം വറ്റട്ടെ എന്ന് കാത്തു നിൽക്കില്ല, വെള്ളത്തിലൂടെ നടക്കുകയാണ്. നദി മാറട്ടെ, നദി വറ്റിപ്പോകട്ടെ നിൽക്കുന്നില്ല, അതിൽ കൂടെ അങ്ങ് നടക്കുകയാണ്. വേദപുസ്തകം പറഞ്ഞ അങ്ങനെ നീ നടക്കുമ്പോൾ നീ വെന്തു പോകുകയില്ല, നീ താണു പോകുകയില്ല, നദി നിന്റെ മേൽ കവിയുകയില്ല. പ്രതിസന്ധികളെ വളരുവാനുള്ള
ചാലകമായി ഉപയോഗിക്കുന്നു. ഈ വള്ളിച്ചെടികൾ തങ്ങൾക്ക് വളരുവാനുള്ള ഒരു ചാലകമായി ഈ പ്രതിസന്ധിയാകുന്ന മതിൽക്കെട്ടിനെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നാം പരിശീലിക്കുക. മൂന്നാമത്തേതും ഏറ്റവും ഒടുവിലത്തേതും, ദൈവത്തിന് മഹത്വം നൽകുന്നതാകണം നമ്മുടെ ജീവിതം. എല്ലായ്പ്പോഴും ദൈവത്തിന് മഹത്വം നൽകുന്നതാകണം. രാത്രിയാകട്ടെ, പകലാകട്ടെ, വെയിലാകട്ടെ, തണുപ്പാകട്ടെ, ഏതൊരു കാലാവസ്ഥയാകട്ടെ, ജീവിതത്തിൻ്റെ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ മാറി മറിയട്ടെ, പക്ഷേ എല്ലായ്പ്പോഴും എൻ്റെയും നിങ്ങളുടെ ജീവിതം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി തീരണം. എൻ്റെ കുടുംബം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമായി മാറണം എന്നതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്, എന്നെ എൻ്റെ കർത്താവ് പഠിപ്പിച്ചത്. അതായത് ദൈവം പറയുന്നത് പോലെ നാം അനുസരിച്ചാൽ നാം ദൈവത്തോട് പറയുന്നത് ദൈവം കേൾക്കും. ആമേൻ. ദൈവം പറയുന്നത് നാം അനുസരിച്ചാൽ നാം ദൈവത്തോട് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തെ ദൈവം സാധ്യമാക്കും. നിങ്ങൾ പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിനെന്ന് പറഞ്ഞു. അവർ വീശി, അവർക്ക് അനുഗ്രഹം കിട്ടി. നോക്ക്, അനുസരണം. നിങ്ങൾ കോരി വിരുന്നുവാഴികൾക്ക് കൊണ്ടു കൊടുപ്പിൻ. കാനാവിലെ കല്യാണം യേശു പറഞ്ഞു, ആ പച്ചവെള്ളത്തെ കൊണ്ട് കൊടുത്തു, അത് വീഞ്ഞായി മാറി. എല്ലായിടത്തും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മിലെ കുറവുകളെ, നമ്മിലെ ഇല്ലായ്മകളെ, നമ്മിലെ വേദനകളെ, നമ്മിലെ കഷ്ടപ്പാടുകളെ ദൈവത്തിൻ്റെ കരത്തിൽ സന്തോഷത്തോടു കൂടെ ഏൽപ്പിക്കുക. അത്ഭുതങ്ങൾ ഉണ്ടാകും, അതിശയങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഉള്ളത് 5 അപ്പവും 2 മീനുമാകാം. ഒരു 10,000 അപ്പമൊന്നും കാണത്തില്ല, വെറും 5 അപ്പവും 2 മീൻ. ഉള്ളത് ഒരു 500 രൂപയായിരിക്കും ഉള്ളത്. ഇല്ല, ഒരു 50 രൂപ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക. ചിലപ്പോൾ അതും കാണത്തില്ല, വെറും പച്ചവെള്ളം മാത്രമാകാം. കാനാവിലെ കല്യാണ വീട്ടിലല്ലേ, വെറും പച്ചവെള്ളം. അതിനങ്ങ് ദൈവത്തിൻ്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ച്, ദൈവത്തിൻ്റെ കരത്തിലൊന്ന് കൊടുത്തേ. ചിലപ്പോൾ സമുദ്രത്തിൽ മത്സ്യം കിട്ടാത്ത ഒരു ശൂന്യമായ ഭാഗമാകാം. ഒരു ശൂന്യമായ ഭാഗത്തായിരിക്കാം നിങ്ങൾ എത്തി നിൽക്കുന്നത്. രാവന്തിയോളം അധ്വാനം, ഒന്നും കിട്ടുന്നില്ല, കാരണം അവിടെ മീനില്ല. നിങ്ങൾ ആ സമയത്ത് യേശുവിൻ്റെ വാക്കൊന്ന് കേട്ടെ, അനുസരിച്ച്, അവിടെ മീനുണ്ടാകും. അല്ലേ? സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ദൈവകരത്തിൽ ഏൽപ്പിക്കുക, ദൈവം പറയുന്നത് അനുസരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഞാൻ പറയുന്നത്, ദൈവകരത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുക. ഒന്നുമില്ലായിരിക്കുമ്പോൾ, തളരുമ്പോൾ, തകരുമ്പോൾ, വേദനപ്പെടുമ്പോൾ ദൈവകരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കുക. ദൈവം പറയുന്നത് കേൾക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ പറയട്ടെ ഒരു രഹസ്യം. ജീവിതത്തിൽ നാം എവിടെയാണോ ശൂന്യമാക്കപ്പെടുന്നത്, അവിടെ നിന്ന് തുടങ്ങുന്നതാണ് അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ ശൂന്യമാക്കപ്പെടുന്നത്, അവിടെ നിന്ന് തുടങ്ങുന്നതാണ് ദൈവിക അത്ഭുതങ്ങൾ. ഞാൻ വിശദമാക്കാം. ചിലപ്പോൾ ഒരു ശൂന്യത, അതായത് ഒരു 0 ലെവലിലേക്ക് നിങ്ങൾ എത്തിപ്പെടാം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾ 0 ലെവലിലേക്ക് എത്തണം. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു 25%. ചിലപ്പോൾ 75% ഇരുന്ന നിങ്ങളുടെ ജീവിതമാണ് താഴ്ന്ന് 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 ഇപ്പോൾ 25 എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഓ ഗോഡ്, ഡു എ മിറക്കിൾ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ദൈവമക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. 25, 24 ആകുന്നു, 20 ആകുന്നു, 15 ആകുന്നു, 10 ആകുന്നു, 5 ആകുന്നു, 2 ആകുന്നു, തീർന്നു പോകുകയാണ്. അവസാനം നിങ്ങൾ എത്തി നിൽക്കുന്നത് 0 ലെവലിലാണ്. ചോദിക്കും നിങ്ങൾ, അച്ചോ വേദപുസ്തകത്തിൽ വല്ല തെളിവുണ്ടോ? ഉണ്ട് പ്രിയമുള്ളവരെ. എബ്രഹാം സാറ ദൈവം പലപ്പോഴും വാഗ്ദത്തങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഐ വിൽ ബ്ലസ് യു, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും. ഒരു തലമുറ ഒന്നുമില്ല, ഒരു കുഞ്ഞു പോലും ഇല്ല, മരുന്നിനെടുക്കാൻ പോലും ഒരു കുഞ്ഞില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ദൈവം പറയുന്നത് നിങ്ങൾ തലമുറയെ അനുഗ്രഹിക്കും, അവർ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റ് ഓട്ടുമാറാക്കും, വലിയ നന്മകൾ ഞാൻ കൊടുക്കും, അനുഗ്രഹങ്ങളെ കൊടുക്കും. ഇതൊക്കെ ദൈവം പറയുകയാണ്, അപ്പപ്പോ ഒന്ന് പറയുകയാണ്, ഓരോ വർഷവും പറയുകയാണ്. 10-24 വർഷം കൊണ്ടേ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും കിട്ടുന്നില്ല. ഈ പറഞ്ഞ് അവസാനം 0 ലെവലിലെത്തി. എപ്പോഴാണ്? വാർദ്ധക്യ അവസ്ഥ. ആമേൻ. ഒന്ന് ചിന്തിച്ച്, അവർ എത്തി നിൽക്കുന്നത് വാർദ്ധക്യ അവസ്ഥയിൽ പോയി എത്തിക്കൊണ്ടെത്തിച്ചു. ഇക്കഴിഞ്ഞ കാലമൊക്കെ വാഗ്ദത്തങ്ങൾ ഉണ്ടായി. എല്ലാ ആണ്ടിലും ദൈവം വന്ന് സംസാരിക്കും, എല്ലായ്പ്പോഴും.
ഐ വിൽ ബ്ലസ് യു, ഐ വിൽ ബ്ലസ് യു, ഐ വിൽ ബ്ലസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, നിന്റെ സന്തതി തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. ഇതൊക്കെ എത്രയോ കാലം കൊണ്ട് കേട്ടു തുടങ്ങിയത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ 5-10 വർഷമാകാം, അല്ലേ? നീ ദൈവത്തെ സംശയിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, എന്റെ ഈ വാഗ്ദത്തങ്ങൾ എനിക്കുള്ളതാണോ എന്ന് ചിന്തിക്കുന്നത് 5-10 വർഷം കൊണ്ടാകാം. ഇവിടെ 24 വർഷങ്ങൾ വാഗ്ദത്തം കിട്ടിക്കൊണ്ടേയിരുന്നു, പക്ഷേ നന്മയൊന്നും കിട്ടിയില്ല. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് 0 കൊണ്ടെത്തിക്കുകയാണ്. 0 ലെവൽ. എന്താണ് 0 ലെവൽ? വാർദ്ധക്യാവസ്ഥ. ഇനിയില്ല, അല്ലേ? ഇനി പ്രതീക്ഷിക്കാൻ തോന്നുന്നു. കാരണം പ്രകൃതിക്ക്, അല്ലേ, പ്രകൃതി വിരുദ്ധമായ അനുഭവത്തിലായി പോകും. പക്ഷെ അവിടെ 0 ലെവൽ എത്തിച്ച ശേഷം ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാണ്, ഇസഹാക്ക്. ഓ, വാട്ട് അമേസിങ്, അല്ലേ? എത്ര അത്ഭുതമാകാം, അല്ലേ? ദൈവം നമ്മളെയൊക്കെ ചിലപ്പോൾ, നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു 10%-ലാകാം, ഇനി 0 വരെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വന്നേക്കാം. ഞാൻ ചിന്തിക്കുന്ന അതാ, നമ്മെ 0 കൊണ്ടെത്തിക്കും. ഉള്ളത് കൂടെ നഷ്ടമായി, അല്ലേ? ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് 0 കൊണ്ടെത്തിക്കും. അപ്പോഴും ദൈവം വാഗ്ദത്തം തന്നുകൊണ്ടേയിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. വാക്കുമാറുമോ? ഇല്ല പ്രിയമുള്ളവരെ, അവൻ വാക്കുമാറില്ല. അവരുടെ ജീവിതത്തിൽ അബ്രഹാം സാറയ്ക്ക് കൊടുത്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റുകയാണ്, പൂർണ്ണമായി നിറവേറ്റപ്പെടുകയാണ്. ജോസഫിൻ്റെ ജീവിതം ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്, പൊട്ടക്കിണറ്റിലിടുകയാണ്, 0. പക്ഷേ ഗോഡ് ഡിഡ് എ മിറക്കിൾ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. യാക്കോബ് എല്ലാം വിട്ടോടുകയാണ്, തീർന്നു. അപ്പൻ്റെ കോപത്തിന് പാത്രീഭവിച്ചുകൊണ്ട്, ജ്യേഷ്ഠാവകാശം നേടിക്കൊണ്ട്, അമ്മയുടെ ആലോചന കേട്ടുകൊണ്ട് അവൻ ഓടുകയാണ്. തീർന്നതിൻ്റെ കാര്യം നമ്മളൊക്കെ ചിന്തിക്കും, ഇനിയും എൻ്റെ ലൈഫെത്തി നാട് വിട്ടു പോവുകയാണ്, സ്വന്തം ദേശത്തെ വിട്ട് അപ്പനെ അമ്മയും വിട്ടൊക്കെ ഓടുകയാണ്, ഇനിയില്ല. പക്ഷെ അവനെ വലിയൊരു ജാതിയാക്കി കൊണ്ടുവരികയാണ്. ഇസ്രായേൽ എന്ന വലിയൊരു ജാതിയാക്കി, ഒരു പുതിയ പേരുമായി മടക്കി കൊണ്ടുവരികയാണ്. ഇസ്രായേൽ ജനം, ചെങ്കടൽ, മുന്നിൽ ചെങ്കടൽ, തീർന്നു എന്ന് ചിന്തിച്ചു. പക്ഷേ ഗോഡ് ഡിഡ് എ മിറക്കിൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോൾ ദൈവം നമ്മെ 0 ലെവലെത്തിക്കും, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ. ആമേൻ. ചില വേളകളിൽ 0 കഴിഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആമേൻ. കഴിഞ്ഞ 3-4 വർഷം ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ 0 ലെവലിൽ നിന്നും വീണ്ടും താഴ്ത്തുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമോ അച്ഛാ? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. യെസ് പ്രിയമുള്ളവരെ, ചിലപ്പോൾ ദൈവം നമ്മെ മൈനസ് ലെവലിലേക്ക് കൊണ്ടുപോകും. 0 കഴിഞ്ഞിട്ടാണ് മൈനസ്, അല്ലേ? നമ്മൾ ലിഫ്റ്റിൽ കയറുമ്പോൾ ഗ്രൗണ്ട് ലെവൽ വരെയാണ് 0 എന്ന് പറയുന്നത്, അല്ലെ? ഗ്രൗണ്ട് ലെവൽ 0, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഈ ഗ്രൗണ്ട് കഴിഞ്ഞ് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ എന്താണ്? മൈനസ് ആകും. -1, -2 അങ്ങനെ പോകും. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം നമ്മെ മൈനസ് ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകും. ഭയങ്കര വേദനജനകമായ അനുഭവമായിരിക്കും. വേദപുസ്തകത്തിൽ അതിന് തെളിവുണ്ട്. ഒന്നാമത്തെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ലാസറിൻ്റെ ജീവിതമാണ്. മാർത്ത, മറിയ, ലാസർ മരിച്ചു. കർത്താവിനെ ഏറ്റവും സ്നേഹിച്ച, ശുശ്രൂഷിച്ച ഒരു കുടുംബമാണ് ബെഥാനിയയിൽ ലാസറിൻ്റെ ഭവനം. ലാസർ മരിച്ചു, അടക്കം ചെയ്ത് 4 നാളായി. മൈനസ് ഡിഗ്രിയാണ്. പോയി. ഇനി പ്രതീക്ഷയുണ്ടോ? ഒരു മനുഷ്യനെ അടക്കം ചെയ്ത ശേഷം, അടക്കം ചെയ്ത ശേഷം പിന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇനിയിപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമെന്ന്? മൈനസാണ്. നമ്മുടെ തിങ്കിങ്ങിലും, അല്ലേ, പ്രകൃതിയുടെ നിയമത്തിലും അത് മൈനസാണ്. ദൈവിക നിയമത്തിലും അത് മൈനസ് തന്നെയാണ്. പക്ഷേ ആ മൈനസിൽ കൊണ്ടെത്തിച്ചിട്ട് ദൈവം എന്ത് ചെയ്യാണ്? ബ്രിങ് ബാക്ക് ടു ലൈഫ്, തിരിച്ചു കൊണ്ടുവരികയാണ് ജീവിതത്തിലേക്ക്. അതാണ് മിറക്കിൾ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലിടുകയാണ്. മൈനസാണ്. ഒരു സിംഹത്തിൻ്റെ കുഴിയിട്ട വീനോ, നാച്ചുറൽ വീനോ, ഡെഡ്, കൊന്നുകളയും, തീർന്നു, ഇനിയില്ല. പക്ഷേ പിറ്റേ ദിവസം ഒരു നൈറ്റ് മുഴുവനോടെ കിടക്കുകയാണ്. പിറ്റേ ദിവസം ബ്രിങ് ബാക്ക്. ശദ്രക്, മേശക്, അബേദ്നെഗോ മൈനസ് ഡിഗ്രി, കൈകാലുകളെല്ലാം കെട്ടി തീയിലേക്ക് ഇടുകയാണ്. നാച്ചുറലാണ്, സയൻറ്റിഫിക്കാണ്, എല്ലാം ഓക്കെയാണ്. ചത്തുപോകും, ചുട്ടരിഞ്ഞ് ചാമ്പലായി മാറും. ഇട്ട് കഴിഞ്ഞു, മൈനസ്. പക്ഷേ ബ്രിങ് ബാക്ക് ദം. ദൈവം, ഗോഡ് ബ്രിങ് ബാക്ക് ദം ടു ലൈഫ്.
ദൈവം അവരെ മടക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഏലിയാവിനെ ഇസബേൽ കൊല്ലുവാൻ ആജ്ഞയിടുകയാണ്. കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആഹാബ് ഓടുകയാണ്, ഏലിയാവ്. പക്ഷേ അതേ സ്ഥാനത്ത് എവിടെയാണോ അവൻ ഓടിയത് അവിടെ മടക്കി കൊണ്ടുവരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇവിടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തെ മുറുകെ പിടിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം. എവിടെയാണ് വിശ്വസിക്കുന്നത്? എല്ലാം ഉള്ളപ്പോഴല്ല, എല്ലാം തീർന്ന് 0 ഡിഗ്രിയിൽ മൈനസിലാകുമ്പോൾ നീ വിശ്വസിക്കണം. മൈ ജീസസ് ഈസ് ലിവിങ്, ഹി വിൽ ഡു ഗുഡ് ഫോർ മൈ ലൈഫ്. അവൻ നല്ലത് ചെയ്യും. അവൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക, ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ഹിസ് പ്രോമിസസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക. പ്രതിസന്ധികളിലും ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാകുവിൻ. ദൈവത്തിന് മഹത്വം കരേറ്റുന്നവരാകുക. നിങ്ങൾ പ്രതിസന്ധിയിൽ ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് മഹത്വം കരേറ്റുന്നത്, റിയലായിട്ട് ദൈവത്തിന് ഗ്ലോറിഫിക്കേഷൻ നൽകുന്നവരാണ്, ദൈവത്തെ മാഗ്നിഫൈ ചെയ്യുന്നവരാണ്. എത്ര നല്ലൊരു ചിന്ത പ്രിയമുള്ളവരെ. നമ്മൾ പലപ്പോഴും നമുക്ക് 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 2000 രൂപ കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക്, അത് വലിയ കാര്യമല്ല പ്രിയമുള്ളവരെ. അത് നത്തിങ്. എൻ്റെ കാഴ്ചപ്പാട് ഒന്നും അല്ല. വെൻ യു ആർ എംപ്റ്റി, നിങ്ങൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് മഹത്വം കരേറ്റുന്നതുണ്ടല്ലോ. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ ദൈവത്തെ പാടി സ്തുതിക്കുന്നതല്ല, അതിനും അപ്പുറത്ത് കഷ്ടതയിലിരിക്കുമ്പോൾ നമുക്ക് പാടുവാൻ കഴിയണം. അതുകൊണ്ടാണ് ഭക്തം കട്ടത് ഈൽ പാടുവാൻ, നഷ്ടമാതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമാതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണൻ ആക്കുകേ. കഷ്ടതയിൽ പാടണം, നഷ്ടത്തിൽ കൊണ്ടാടണം, കൈയടിച്ച് പാടി മഹത്വപ്പെടുത്തണം. ആ ഒരു ശക്തി ഉണ്ടാകണം, ആ ഒരു ഭക്തി നിങ്ങൾക്കുണ്ടാകണം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ തങ്ങളുടെ കൈകാലുകൾ ആമത്തിൽ പൂട്ടിയിട്ടിരുന്നപ്പോൾ, ചങ്ങലൽ ബന്ധിക്കപ്പെടുന്ന അവർ ഭയങ്കര ഡിഫിക്കൽറ്റിന് മധ്യ കൈയടിച്ച് പാടുകയാണ്, ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. ഇല്ലായ്മയിൽ, കഷ്ടതയിൽ, തകർച്ചയുടെ -ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകണം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് മഹത്വം കരേറ്റുക നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലൂടെ. ഒരു ദൈവ പൈതൽ ഒരു ദൈവ പ്രവൃത്തിക്കായി, അത്ഭുതത്തിനായി ചിലപ്പോൾ 0 ലെവൽ വരെ, ചിലപ്പോൾ -ലെവൽ വരെ കൊണ്ടെത്തിക്കപ്പെട്ടേക്കാം. പക്ഷേ അതുവരെ കാത്തിരിക്കുക, ആ -ലെവൽ വരെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാൻ ഡെഫിനറ്റ്ലി ദൈവം ചെയ്യും പ്രിയമുള്ളവരെ. ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുതത്തിന് ഡിലേ ഉണ്ടായേക്കാം, കാലതാമസം ഉണ്ടായേക്കാം, പക്ഷേ ഡെഫിനറ്റ്ലി അത് നടന്നിരിക്കും. ദൈവത്തിൻ്റെ അത്ഭുതത്തിന് കാലതാമസം ഉണ്ടായേക്കാം, ചിലപ്പോൾ 0 വരെ കാത്തിരിക്കേണ്ടി വരും, -, വരെ കാത്തിരിക്കേണ്ടി വരും, പക്ഷേ നിശ്ചയമായി അത് നടന്നിരിക്കും പ്രിയമുള്ളവരെ. വേദപുസ്തകം സത്യമാണ്. എത്രയോ അത്ഭുതങ്ങൾ, സംഭവങ്ങൾ, അനുഭവങ്ങൾ പ്രിയമുള്ളവരെ. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം യെശയ്യാവ് 43:19 ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. യെശയ്യാവ് 43:19 മറക്കരുത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്താണ് ദൈവം ചെയ്യുന്ന പുതിയത്? അതിൻ്റെ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും എന്ന്. മരുഭൂമിയിൽ സാധാരണ വഴി കാണുകയില്ല, നിർജ്ജന പ്രദേശത്ത് നദികളും കാണുകയില്ല. എവിടെ ഇല്ല എന്ന് പറയുന്നു, എവിടെ അസാധ്യമെന്ന് പറയുന്നു, അവിടെ ഞാൻ ഉണ്ടാക്കും, അവിടെ ഞാനൊരു വഴി ഉണ്ടാക്കും, അവിടെ ഞാൻ നദികൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്, ഐ വിൽ ഡു എ ന്യൂ തിങ് ഇൻ യുവർ ലൈഫ്. ഞാൻ നിൻ്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ പുതിയ അത്ഭുതത്തിനായി കാത്തിരിക്കാമോ? എത്രത്തോളം 0 ആകട്ടെ, -, വരെ പോട്ടെ, ഞാൻ കാത്തിരിക്കും. ആ കാലഘട്ടത്തൊക്കെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഞാൻ പരിശീലിച്ചു കൊണ്ടേയിരിക്കും. 2,
ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ടേയിരിക്കും. 3, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കും. ഐ വിൽ ഹോൾഡ് ഹീസ് പ്രോമിസസ്. ഞാൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കും. അവൻ്റെ പാദത്തെ ചുംബിക്കും, അവനെ നമസ്കരിക്കും. കർത്താവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, കർത്താവിനെ അത് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, കർത്താവിൽ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ, കർത്താവ് പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. ഈ ഒരു അനുഭവത്തിൽ ഞാൻ ജീവിക്കും. ഇപ്രകാരം തീരുമാനമെടുക്കാമോ? യു ക്യാൻ സീ ദ മിറക്കിൾ ഓഫ് ഗോഡ്. നിങ്ങൾക്ക് ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു മിറക്കിൾ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിനൊരു അത്ഭുതം സംഭവിക്കും. നമ്മുടെ ജീവിതം ഒരു മിറക്കിളായി മാറും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമ്പോൾ നാം ഒരു മിറക്കിളായി മാറും, നാം ഒരു അത്ഭുതമായി മാറും. നമ്മുടെ കുടുംബത്തിന്, പ്രിയപ്പെട്ടവർക്ക്, സ്നേഹിതർക്ക്, ബന്ധുക്കൾക്ക്, ലോകത്തിന് നാം ഒരു അത്ഭുതമായി മാറും. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചോ, നീ ഒരു അനുഗ്രഹമായി തീരും. ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നാം ഈ ലോകത്തിനൊരു അനുഗ്രഹമായി മാറും. അപ്രകാരമായി തീരുവാൻ സർവശക്തനായ ദൈവം, തൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഈ വാക്യം, ഈ വാഗ്ദത്തം വേദപുസ്തകത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന വാഗ്ദത്തം വേദപുസ്തകത്തിൽ ഏത് ഭാഗത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആ വേദഭാഗം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വചനം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവഭാഗത്ത് ചേരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. ആമീൻ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, കഷ്ടതയിൽ പാടുവാൻ, നഷ്ടത്തിൽ കൊണ്ടാടുവാൻ ശക്തിയും ഭക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ തന്നെ ജീവിതത്തിൽ, പ്രിയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളുടെ നടുവിലും ദൈവമേ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഞങ്ങൾ പരിശീലനം കണ്ടെത്തുവാൻ, ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കായി ഒരു അത്ഭുതം കാത്തിരിപ്പുണ്ട്. ഒരു മിറക്കിൾ ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. ഒരു അത്ഭുതം ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്നുണ്ട്. അത് പ്രാപിക്കുവോളം ദൈവമേ, ഞങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതെ, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ സംശയിക്കാതെ, ഞങ്ങൾ ചിന്തകൾ ആകുലരാകാതെ, ദൈവമേ, അങ്ങയുടെ കർത്താവെ, വചനത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നന്ദിയുള്ള മക്കളായി ജീവിപ്പാൻ സഹായിക്കണം. ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അടിയെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങൾക്ക് സമാധാനവും സന്തോഷവും ദൈവകൃപയും പകരണമേ. ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ യുവ സഹോദരങ്ങൾ, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ആശീർവദിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. അപ്പ, ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ അപ്പ കർത്താവിന്റെ നാമമഹത്വത്തിനായി ആമേൻ കർത്താവ് തീർക്കുന്നതോർത്ത് സ്തോത്രം. അപ്പ, അടിയാനെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം അപ്പ, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ രക്ഷകനെ വിട്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ലാത്ത രക്ഷകനുമില്ല. സ്തോത്രം പിതാവേ. അങ്ങും ഞങ്ങളും കർത്താവെ ഒരുമിച്ച് ഉള്ള ഒരു ജീവിതമപ്പ, അവസാനത്തോളം അല്ല നിത്യതയോളം കർത്താവെ ദൈവമേ ജീവിക്കേണ്ട കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചല്ലോ, സ്തുതിക്കുന്നു. ഇനി ഒരു പുതിയ മാസത്തെ ഞങ്ങൾ വരവേൽക്കുവാൻ പോകുന്നു. ദൈവിക അത്ഭുതങ്ങളാൽ നിറയപ്പെട്ട ഒരു മാസമാക്കി ദൈവം തീർക്കണമേ. തിരുക്കൃപ നിഴലായിക്കൊണ്ടിരിക്കട്ടെ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം എന്നിവനേക്കും പിതാവിനുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ദൈവികാനുഗ്രഹം ഇന്നും സർവദാ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, നമ്മുടെ ജീവിതവും നമ്മുടെ രക്ഷകനും, അതിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കാം, ദൈവത്തിന് മഹത്വം കരയറ്റാം, പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന പരിശീലിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.